അപ്പോഴേ കൂട്ടുകാരെ എന്താ ഇതുപോലെ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ഉള്ള ഒരു ഫുഡ് അങ്ങോട്ട് കൈ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ഫുഡും മാറി നിൽക്കും അല്ലെ. എന്നെ ടേസ്റ്റ് എന്നറിയാമോ, എങ്ങനെ നൊസ്റ്റുവാ. പഴയകാല ഒരു എന്താണ് മത്തങ്ങ എരിശ്ശേരി. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഇത് വേണ്ട, പക്ഷെ ഇതൊക്കെ ഒന്ന് കഴിച്ച് നോക്കണം. അപ്പാ എന്താ ടേസ്റ്റ് എന്നറിയാമോ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ വീഡിയോ തുറന്ന് കാണുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹലോ, എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് മത്തങ്ങ പയറും എരിശ്ശേരി ഉണ്ടാക്കാൻ പോവാണ്. മത്തങ്ങ അതായത് ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട്. പയറ് വെള്ളത്തിട്ട് കുതിർത്ത് അതും കുക്കറിനകത്താക്കിയിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തൊന്ന് വീഡിയോ എടുക്കാന്ന്. അപ്പൊ ഇതിനടിയിൽ നമ്മുടെ പയറും ഇട്ടിട്ടുണ്ട്. അതിനുശേഷം മത്തങ്ങ മഞ്ഞളും ഉപ്പും ഇട്ടിട്ടുണ്ട്. ഇനി അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ കേൾപ്പിച്ചതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. എന്താ കുക്കറിനകത്ത് അതൊരു 3 വിസിൽ കേൾപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം റെഡിയാക്കാം. എന്താ ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതിനോടൊപ്പം കുറച്ച് കറിവേപ്പില ഒന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തേങ്ങ പാകത്തിന് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് തേങ്ങ ചേർക്കാം. തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. അപ്പൊ ഞാനിതിവിടെ വലിയൊരു തേങ്ങയായിരുന്നു, അരമുറി എടുത്തിട്ടുണ്ട്. പിന്നെ അത് 2 പച്ചമുളക്, ചുവന്നമുളക് ചേർക്കുന്നില്ല, അതുകൊണ്ട് മുളക് പൊടി ചേർക്കുന്നില്ല, അതുകൊണ്ട് 2 വലിപ്പം കൂടിയ അത്യാവശ്യം വലിപ്പമുള്ള പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ്. ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളി കേട്ടോ. വെളുത്തുള്ളി പിന്നെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മത്തങ്ങയുടെ പയറിന്റെ വിസിൽ കേട്ടു തുടങ്ങി. ഒരു വിസിൽ കേട്ടു. ഇനി ഒരു 2 എണ്ണം കൂടി കേട്ട് കഴിഞ്ഞാൽ അത് വാങ്ങി വെക്കാം. അതിനുശേഷം ഞാൻ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇനി ആവശ്യമായി ഇത് ഒന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടുക് പൊട്ടിക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിലിട്ട് വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ ഒതുക്കി വെച്ചേക്കണ തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി ഇത്രയും ഒതുക്കി വെച്ചേക്കണത്. ഇതിനകത്ത് ഓൾറെഡി ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കാത്തത്. അപ്പൊ നമുക്കിനി കടുക് പൊട്ടിക്കാനുള്ളത് ചേർക്കാം. ടപ്പേ പൊട്ടി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്, കളർ മാറി. ഇനി നമുക്കിതോടെ ഇട്ട് വറുക്കാമേ. തെങ്ങിട്ട് നന്നായിട്ടല്ല വറുത്തെടുക്കാം. ഇപ്രാവശ്യം ഓണൊക്കെ ആവാറായില്ലേ, ആ സമയത്താണ് നമുക്ക് മത്തങ്ങ കിട്ടണേ. അതായത് നമ്മൾ മത്തങ്ങ എരിശ്ശേരിയും അതുപോലെ മത്തങ്ങ, കപ്പ, ചേന, ഇത് ഏത്തക്കായൊക്കെ ഇട്ടിട്ട് നമ്മൾ പുഴുക്കുണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാവരും അങ്ങനെ ഉണ്ടാക്കി കഴിച്ചു. ഇപ്രാവശ്യത്തെ കിട്ടിയോ എല്ലാവർക്കും. ഞങ്ങൾക്ക് ഇന്നലെ ഒരു മത്തങ്ങ കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാട്ടോ. എന്നാണെങ്കിൽ എല്ലാവരും ഇവിടെ ഇരിക്കണ്ടല്ലോ, ഞായറാഴ്ചയല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള അങ്ങനെയാണ് എനിക്കങ്ങനെ പെട്ടെന്ന് തന്നെ തോന്നി. അന്ന് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. പിള്ളേരൊക്കെ ഇരിക്കുമല്ലേ കഴിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അതെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടോ. നിങ്ങളെല്ലാം ഇപ്രാവശ്യം എരിശ്ശേരി മത്തങ്ങ പുഴുക്ക് ഒക്കെ വെച്ച് കഴിച്ചോ? അങ്ങനെയുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. ഹലോ ദേവി, നമ്മുടെ കുട്ടൻ വന്നോ? ഉറക്കത്തിന് നമുക്കും വെന്തോന്ന് നോക്കാം കേട്ടോ. നല്ല ചൂടാണേ, അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. നല്ല പാകം പരുവത്തിന് മത്തങ്ങയ്ക്കായാലും നല്ല അടിപൊളിയായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നമ്മുടെ അരപ്പ് ചേർത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. നമുക്കിനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം ഞാൻ അല്പം ഒഴിച്ചിട്ടായിരുന്നു. ഓൾറെഡി മത്തങ്ങയ്ക്ക് നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് ആ പയറൊന്ന് വേവാനുള്ള വെള്ളം മാത്രമായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കറക്റ്റ് പാകാം. അപ്പൊ നമ്മുടെ മത്തങ്ങ അരപ്പ് വെറ്റി ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തുള്ള കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. കണ്ടോ? ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കടുക് പൊട്ടിച്ചെല്ലാം കൂടി ഇതിനകത്തിട്ടിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നോക്കാട്ടോ.